തൃശൂർ ജില്ലാ ജയിലിൽ റിമാൻഡ് പ്രതിയായ യൂട്യൂബർ മണവാളന്റെ മുടിമുറിച്ചതിൽ പ്രതിഷേധവുമായി കുടുംബം രംഗത്ത്. മുഹമ്മദ് ഷഹീൻ ഷായെ മനഃപൂർവ്വം മനോരോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതായും കുടുംബം ആരോപിച്ചു. ജില്ലാ ജയിൽ ജീവനക്കാർക്കെതിരെ കുടുംബം പരാതി നൽകി. മജിസ്ട്രേറ്റ് കോടതി, മുഖ്യമന്ത്രി, ജയിൽ DGP എന്നിവർക്കാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. മണവാളൻ എന്ന മുഹമ്മദ് ഷഹീൻ ഷായെ തൃശൂർ ജില്ലാ ജയിലിൽ നിന്നും മാറ്റണമെന്നും. നമസ്കാരം. പ്രമുഖ യൂട്യൂബർ മണവാളനെ പോലീസ് പിടിച്ച വാർത്ത നിങ്ങൾ കേട്ടതായിരിക്കും. 10 മാസമായിട്ട് ഇയാൾ ഒളിവിലായിരുന്നു. അങ്ങനെ ഒളിവ് ജീവിതത്തിന് അവസാനം ഇയാളെ പോലീസ് പൊക്കി. പോലീസ് പിടിച്ച് കോടതിയിൽ ഹാജരാക്കി. കോടതി ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. അങ്ങനെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് പോയി. ജയിലിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജയിൽ കവാടത്തിൽ വെച്ചിട്ട് റിയൽ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ അകത്തേക്ക് പോകുന്നത്. അങ്ങനെ അകത്ത് ചെന്ന സമയത്ത് ജയിൽ അധികൃതര് ഇയാളുടെ മുടി അങ്ങ് മുറിപ്പിച്ചു. ഇയാള് മുടി മുറിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും സമ്മതിച്ചില്ല. ജയിൽ അധികൃതര് മുടി മുറിപ്പിച്ചു. മുടിയും താടിയും ഒക്കെ വെട്ടിച്ചു. അങ്ങനെ മുടി പോയതോട് കൂടിയിട്ട് തന്നെ തിരിച്ചറിയാൻ പറ്റാതെ മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളായി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവസാനം ജയിൽ അധികൃതര് ഇയാളെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കൊക്കെ കൊണ്ടുപോയി കാണിച്ചു. അപ്പൊ ഇത് കഴിഞ്ഞപ്പോ ഈ മണവാളന്റെ പേരൻസ് ഒരു പ്രസ് മീറ്റ് ഒക്കെ വിളിച്ചു. പ്രസ് മീറ്റ് വിളിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെയാണ് നടത്തുന്നത്. ജയിലുകാർക്കെതിരെ കേസെടുക്കണം, ജയിലുകാർ തെറ്റ് ചെയ്തു, തന്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അങ്ങനെ മകനെ ന്യായീകരിച്ച് ജയിലുകാരെയും കുറ്റപ്പെടുത്തി വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതായാലും പ്രസ് മീറ്റ് വിളിച്ചു വരുത്തിയ സമയത്ത് ഈ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ വീഡിയോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. പോയ സമയത്ത് അവന് വരുന്നത് കരഞ്ഞോണ്ടാണ്. ഉമ്മ മുടി മുറിച്ചു ഉമ്മാന്നും പറഞ്ഞിട്ടാണ് കരഞ്ഞോണ്ട് വരുന്നത്. അത് കണ്ട ഞങ്ങൾക്ക് പോലും അവനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അവന്റെ താടി, മുടി, മീശയും ട്രിം ചെയ്ത് മുറിച്ച് മാറ്റിയത്. അവനെ ഞങ്ങൾ സമാധാനിപ്പിച്ചതിന് ശേഷം ചോദിക്കുണ്ടായത് എന്തുണ്ടായി മോനെയാണ്. അപ്പൊ മുറിക്കാൻ പോണ സമയത്ത് മോൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കിങ്ങനെ ഫിലിമില് ഇതുണ്ട്, പിന്നെ കല്യാണം ഉണ്ട്, അപ്പൊ മുടി മുറിക്കല്ല, അതിന് വേണ്ടി എനിക്ക് ഫോം എഴുതി വെക്കണം, അപേക്ഷ വെക്കണം എന്നാവും മോൻ പറഞ്ഞു. അത് അവര് കേൾക്കാൻ തയ്യാറായില്ല. അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു, എനിക്ക് എന്റെ ഉപ്പാനൊന്ന് വിളിച്ച് വിവരം പറയണം, ഉമ്മാനെ ഇനി കാണിക്കൂല, എന്നെ ഇനി പുറത്തേക്ക് വിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭ്രാന്തനാക്കിയിട്ട് ഞങ്ങള് ഇവിടുന്ന് ഇറക്കി വിടുള്ളൂ എന്നുള്ളത്. അത് സത്യത്തിൽ അവരെ ചെയ്യും ചെയ്തു. ഭ്രാന്തനാക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇട്ടിട്ടുള്ളത്. നല്ല ബെസ്റ്റ് പേരൻസ്. ഇപ്പൊ മനസ്സിലായല്ലോ മകൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്ന്. സ്വന്തം മകൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ കടന്ന് ന്യായീകരിച്ച് മെഴുകുവല്ല ചെയ്യേണ്ടത്. മകനെ സുഖവാസത്തിന് വേണ്ടിയിട്ടല്ല ജയിലിലേക്ക് വിട്ടേക്കുന്നത്, ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ജയിലിലേക്ക് വിട്ടേക്കുന്നത്. ഇപ്പൊ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് മകനെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടത്. മകൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. അതെന്തുകൊണ്ടാണ് ഈ മാതാപിതാക്കൾ എടുത്തു പറയാത്തത്? സുഖവാസ കേന്ദ്രത്തിലാണ് എന്നുണ്ടെങ്കിൽ പറയാം, നമുക്ക് ഇഷ്ടാനുസരണം ജീവിക്കാം, നമ്മുടെ മുടി വളർത്താം, താടി വളർത്താം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ജയിലിൽ അതിന് അനുവാദമില്ല. ജയിലിൻ്റെതായിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ട്. അതിനനുസരിച്ചിട്ടാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അവിടെ ചെന്ന സമയത്ത് മണവാളന്റെ മുടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല രീതിയിൽ നീട്ടി വളർത്തി വലിയ ഫ്രീക്കായിട്ടാണ് പുള്ളിക്കാരൻ നടക്കുന്നത്. അപ്പൊ ജയിലിൽ ചെല്ലുന്ന സമയത്ത് തീർച്ചയായിട്ടും ജയിൽ അധികൃതർ എന്ത് ചെയ്യും? മുടി മുറിപ്പിക്കും. അത് മാത്രമല്ല, ജയിലിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്ത് പോലീസിനെയും കോടതിയും ഒക്കെ വെല്ലുവിളിച്ച് ഞാൻ ഉടനെ തന്നെ പുറത്തു വരും, 15 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു വലിയൊരു യൂട്യൂബറാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള ഭാവത്തില്, എന്നുള്ളൊരു ധാർഷ്ട്യത്തോടു കൂടിയിട്ടാണ് ജയിലിനുള്ളിലേക്ക് കയറി ചെല്ലുന്നത്. ആ ധാർഷ്ട്യവും അഹങ്കാരവും തീർക്കണമെന്ന് ജയിലുകാർക്ക് തോന്നിക്കാണും, അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് തോന്നിക്കാണും. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. പിന്നെ കല്യാണമുണ്ട്, സിനിമാ ഷൂട്ടിംഗ് ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ജയിൽ പുള്ളി ആയിക്കഴിഞ്ഞാൽ കല്യാണമോ സിനിമാ ഷൂട്ടിങ്ങോ അതൊന്നും ഒരു കാരണമല്ല. അവർ മുറിപ്പിക്കുക തന്നെ ചെയ്യും. പിന്നെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയപ്പോൾ ഫുഡ് കൊടുത്തില്ല, ഇതൊക്കെ അവർ പറയുന്നതല്ലേ, ഇതിനൊന്നും തെളിവുകളൊന്നും ഇല്ലല്ലോ. മകനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ജയിലുകാർക്കെതിരെയും അവിടുത്തെ ഉദ്യോഗസ്ഥർക്കെതിരെയും കുറെ പ്രതിഷേധവും അവർക്കെതിരെ ഇല്ലാത്ത കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നേക്കുകയാണ്. ഇങ്ങനെ ന്യായീകരിച്ചങ്ങ് മെഴുകുകയാണ്. ഇനി ജയിലിന്റെ ഫ്രണ്ടിൽ വെച്ച് എന്തിനാണ് റീൽസ് ഷൂട്ട് ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് ഈ മണവാളന്റെ അച്ഛനൊരു പ്രതികരണം നൽകുന്നുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്റെ മകന്റെ റീൽസ് എടുത്തു എന്നുള്ള വിവരം അറിഞ്ഞു. അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഉണ്ടായിരുന്നു ഇവനെ കൊണ്ടാക്കുമ്പോ, ഞാൻ ഇവനെ ജയിലിൽ കൊണ്ടാക്കുമ്പോ ഇത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്ക്. ഞാൻ ഇവനോട് പറഞ്ഞു, മോനെ നീ സന്തോഷമായിട്ടുള്ള ഒരു രീതിയിൽ നിൽക്ക്, ഞാൻ ഉമ്മാക്കും പെങ്ങൾക്കും അയച്ചു കൊടുക്കാനാണ്,
ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞു. റീൽസോ കാര്യങ്ങളോ അല്ല, ഞാൻ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അത്. അത് രസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ആദ്യം വീഡിയോ എടുത്തു, മോനെ നീ ഒരു ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ നിൽക്കുക. അവൻ ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ നിന്നു. കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എടുത്തു. പക്ഷെ ആ എടുത്തത് എന്തുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ എടുത്തത് റെക്കോർഡിങ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വീണ്ടും അവനോട് പറഞ്ഞ്, മോനെ അത് റെക്കോർഡിങ് ആയിട്ടാ. അപ്പൊ അവൻ പറഞ്ഞ് റെക്കോർഡിങ് ആയില്ലേ പറഞ്ഞ ചിരിച്ചു. അപ്പൊ അതാണ് രണ്ടാമത്. കോമഡി ആയിട്ടുണ്ട്. ഫാമിലി ആയിട്ട് എന്തായാലും കോമഡിയാണ്. മകൻ ജയിലിലേക്ക് കയറി പോകുന്നത് അത് ചുമ്മാതെ കയറി പോകുന്നതല്ല, തെറ്റ് ചെയ്തിട്ട് കോടതി റിമാൻഡ് ചെയ്തു, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിട്ട് ജയിൽവാസം അനുഭവിക്കാൻ വേണ്ടിയിട്ട് മകൻ ജയിലിലേക്ക് കയറി പോകുന്നത് ചിരിച്ച് കളിച്ച് വീഡിയോ എടുത്ത് അമ്മയെയും പെങ്ങളെയും കാണിക്കുന്നു. നല്ല ബെസ്റ്റ് ഭർത്താവ്, ബെസ്റ്റ് അച്ഛൻ. ഇത്രയും നല്ല അച്ഛന്മാർ ലോകത്തെങ്ങും കാണത്തില്ല. ന്യായീകരണം കൊള്ളാം. ഇതിനൊക്കെ കുറെ നിയമങ്ങളുണ്ട്. ജയിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഈ തമാശ കളിക്കാനുള്ള ഒരു സ്ഥലമല്ല. അവിടെ നിയമപാലകരുണ്ട്. അവരെയൊക്കെ തന്നെ നോക്കുകുത്തികളാക്കി നിർത്തി ഇങ്ങനെ വലിയ കോമഡി കളിച്ചതാണ്. ഞാൻ ഈ പോകുന്ന അതേ രീതിയിൽ തന്നെ തിരിച്ചിറങ്ങി വരും എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ റിയൽ ഷൂട്ട് ചെയ്തെന്നുള്ളത് ആർക്കും അറിയാം. അങ്ങനെ അല്ലെങ്കിൽ അമ്മയും അനിയത്തെയൊക്കെ കാണിക്കാനാണെന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ വിളിച്ചാൽ പോരാന്നോ? എന്തുകൊണ്ടാണ് റീൽസ് ഷൂട്ട് ചെയ്യുന്നത്, വീഡിയോ എടുക്കുന്നത്? ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് ഞാൻ ഉടനെ തന്നെ പുറത്തു വരും എന്നൊക്കെ പറഞ്ഞ് ഷോയൊക്കെ കാണിച്ചിട്ടാണ് മണവാളൻ അകത്തേക്ക് കയറിപ്പോയത്. ഇവരെ പോലെയുള്ള യൂട്യൂബേഴ്സിന് ഇങ്ങനൊരു വിചാരമുണ്ട്, എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ഒരു കുഴപ്പവുമില്ല. സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, ഫോളോവേഴ്സ് ഉണ്ടല്ലോ, ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ട്. ഈ സബ്സ്ക്രൈബേഴ്സിനെയും കൂടിയാണ് ഇത്തരക്കാർ വഞ്ചിക്കുന്നത്. 15 ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ് ഇയാൾക്കുള്ളത്. ഈ 15 ലക്ഷം പേരെയും ഇയാൾ പറ്റിക്കുകയല്ലേ ചെയ്തത്. ഇങ്ങനെ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ബാഡായിട്ടുള്ള ഇൻഫ്ലുവൻസ് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ്. ഇവന്മാരൊക്കെ തന്നെ പല വേലത്തരങ്ങളും കാണിക്കുന്നുണ്ട്. ജീവിക്കാൻ വേണ്ടി, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വേലത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. ഫ്രോഡായിട്ടുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുക, ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. മാത്രമല്ല ഇവരൊക്കെ എന്തൊക്കെ ബിസിനസ്സുകളാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് പോലും അറിയില്ല. നടു റോഡിൽ പരസ്യമായിട്ട് കോളേജിന് സമീപത്ത് നിന്ന് മദ്യപിച്ചത് ചോദ്യം ചെയ്ത വിദ്യാർത്ഥികളെയാണ് പിന്തുടർന്ന് ചെന്നത്. അവരെ കാർ ഇടിക്കാൻ നോക്കിയത്. എത്ര ധൈര്യം ഉണ്ടായിട്ടാണ്, ഇവനൊക്കെ എത്ര തൻ്റെയിടം ഉണ്ടായിട്ടാണ്. അത്രയും നിയമത്തെ ഒന്നും പേടിയില്ലാതെ ആയി. കുറച്ച് ഫേമസ് ഒക്കെ ആയി കഴിയുമ്പോൾ അത്യാവശ്യം പണമൊക്കെ വന്നു കഴിയുന്നതോട് കൂടിയിട്ട് പിന്നെ ഇവർക്ക് നിയമമൊന്നും ബാധകമല്ല. നിയമത്തിനകത്ത് യാതൊരു രീതിയിലുള്ള പേടിയില്ല, ആരെയും പേടിയില്ല, ആരെ എന്തും ചെയ്യാമെന്നുള്ളൊരു ഭാവമാണ്. ആ ഭാവത്തിലാണ് ഇവരൊക്കെ നടക്കുന്നത്. അതെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടി കാണിക്കുമോ? 10 മാസം ഒളിവിലായിരുന്നു. എവിടേക്കാണ് പോയെന്ന് ചോദിച്ചപ്പോൾ കുളു മണാലിയിലേക്ക് ടൂറ് പോയതാണ് അത്രേ. ഇപ്പം നല്ല തണുപ്പൊക്കെയല്ലേ, അത്രയേ ഉള്ളൂ. ആ ഒരു അഹന്ത ജയിലുകാർ മാറ്റിക്കൊടുത്തു. ജയിലുകാർക്ക് എന്തായാലും ബിഗ് സല്യൂട്ട്. ഇവരെ പോലെയുള്ളവരുടെ അഹങ്കാരം ആരെങ്കിലുമൊക്കെ ഒന്ന് തീർത്തു കൊടുക്കണ്ടായോ? ഇപ്പൊ അത്യാവശ്യം നിയമത്തിൽ പേടി വന്ന് കാണും. എന്തൊക്കെ ഷോ കാണിച്ചിട്ടും കാര്യമില്ല, നിയമം നിയമമാണ് എന്നുള്ളൊരു ബോധം ഇപ്പൊ മണവാളന് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇപ്പൊ പുറത്തു വരാൻ ഒരു സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പൊ ജയിലുകാർക്കെതിരെയും ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും ഒക്കെ പ്രതിഷേധവുമായിട്ട് മാതാപിതാക്കൾ രംഗത്ത് വന്നേക്കാണ്. കല്യാണം ഉണ്ട്, കളവാണം ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജയിലിൽ പോയി കഴിയുമ്പോൾ ജയിലിന്റെ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ അവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ വൃത്തിയും ഡിസിപ്ലിനും ഒക്കെ ഉണ്ടായിരിക്കും. അതിനനുസരിച്ചിട്ടായിരിക്കാം മുടി മുറിപ്പിച്ചത്. ഇങ്ങനെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. നാടിനും ഉപകാരമില്ല, വീടിനും ഉപകാരമില്ല. അഹങ്കാരമാണ്. പണമുണ്ട്, പ്രശസ്തിയുണ്ട്, ഇഷ്ടം പോലെ പണമുണ്ടല്ലോ, പിന്നെ അഹങ്കരിക്കരുതോ? നിയമത്തിനനുസരിച്ച് ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ എത്ര പണമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്നെങ്കിലും ഒരു ദിവസം ഇതുപോലെ അകത്ത് കിടക്കേണ്ടി വരും. ഈ ബോധം എല്ലാവർക്കും ഉണ്ടായി കഴിഞ്ഞാൽ കൊള്ളാം.